ഫാസ്റ്റിങ്ങിനെ പറ്റി നിങ്ങൾ കേൾക്കാത്ത കാര്യങ്ങൾ ഉണ്ടാവില്ല അല്ലേ? ചിലര് പറയും ഇതൊരു മാജിറ്റാണെന്ന്, മറ്റു ചിലർക്ക് മുഴുവനും സംശയങ്ങളായിരിക്കും. അപ്പോ ഈ ഓൺലൈനിലൊക്കെ കാണുന്ന അതിശയോക്തി നിറഞ്ഞ അവകാശവാദങ്ങൾക്ക് പിന്നിലെ സത്യം എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? ചില ഹെഡ്ലൈൻസ് ഒക്കെ കണ്ടാൽ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോവും. ഫാസ്റ്റിംഗ് ചെയ്താൽ ടെസ്റ്റോസ്റ്റിറോൺ 1300% വരെ കൂടുന്നൊക്കെയാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കിയേ, അത്രയും വലിയൊരു ബൂസ്റ്റ്. പക്ഷേ സയൻസ് ശരിക്കും എന്താണ് ഇതിനെപ്പറ്റി പറയുന്നത്? അതാണ് ചോദ്യം. നമുക്ക് ഈ ഭയങ്കര ക്ലെയിംസിന് പിന്നിലുള്ള യാഥാർത്ഥ്യം എന്താണെന്ന് നോക്കാം. തുടങ്ങാൻ പോകുന്നത് ഏറ്റവും വലിയ മിഥ്യയിൽ നിന്നാണ്: ടെസ്റ്റോസ്റ്റിറോൺ. ശരി, അപ്പോൾ ഈ പറയുന്ന ടെസ്റ്റോസ്റ്റിറോൺ ബൂസ്റ്റിന് പിന്നിലെ സത്യാവസ്ഥ എന്താണ്? നമുക്കതൊന്ന് വിശദമായിട്ട് തന്നെ നോക്കാം. അപ്പോൾ ഇത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമ്മൾ ഫ്രീ ടെസ്റ്റോസ്റ്റിറോൺ എന്താണെന്ന് അറിയണം. ഇതാണ് നമ്മുടെ ശരീരത്തിലെ ആക്റ്റീവ് ടെസ്റ്റോസ്റ്റിറോൺ, അതായത് ഉടനെ എടുത്തുപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പ്. നമ്മുടെ എനർജി, മൂഡ്, മസിൽസ് ഇതിനെയൊക്കെ സ്വാധീനിക്കുന്നത് ഈ ഫ്രീ ടെസ്റ്റോസ്റ്റിറോൺ ആണ്. സിമ്പിളായി പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കാശ് പോലെ. ഇനി രണ്ടാമത്തത് ബൗണ്ട് ടെസ്റ്റോസ്റ്റിറോൺ. ഇത് SHBG എന്ന് പറയുന്ന ഒരു പ്രോട്ടീനുമായിട്ട് കെട്ടിയിട്ടേക്കാണ്. അതുകൊണ്ട് ഇത് ഇനാക്റ്റീവാണ്. നമ്മുടെ ബാങ്കിലെ ഒരു ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് പോലെ. പണം അവിടെയുണ്ട്, പക്ഷെ പെട്ടെന്ന് എടുത്തുപയോഗിക്കാൻ പറ്റില്ല. അപ്പോ ഈ വ്യത്യാസം ഓർത്തുവെക്കണം. ഫ്രീ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കാൻ റെഡിയായിട്ടുള്ള ആക്റ്റീവ് ഫോം. ബൗണ്ട് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ വെച്ച് പൂട്ടിയിട്ട ഇൻആക്റ്റീവ് ഫോം. ഈ വ്യത്യാസം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി ഫാസ്റ്റ് ചെയ്യുമ്പോൾ ശരിക്കും എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. സ്റ്റെപ്പ് 1. ഫാസ്റ്റിംഗ് സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ SHBG എന്ന പ്രോട്ടീൻ കൂടും. സ്റ്റെപ്പ് 2. ഈ SHBG കൂടുമ്പോൾ എന്ത് സംഭവിക്കും? അത് കൂടുതൽ ഫ്രീ ടെസ്റ്റോസ്റ്റിറോണിനെ പോയി പിടിച്ചു കെട്ടും, അല്ലെങ്കിൽ ലോക്ക് ചെയ്യും. അപ്പോൾ അവസാനത്തെ ഫലം എന്തായിരിക്കും? നമുക്കുപയോഗിക്കാൻ പറ്റുന്ന ടെസ്റ്റോസ്റ്റിറോൺ കൂടുകയല്ല, സത്യത്തിൽ കുറയുകയാണ് ചെയ്യുന്നത്. കണ്ടോ? നേരെ തിരിച്ചാണ് കാര്യം. അപ്പോൾ ഇതിന്റെയെല്ലാം ആകെത്തുക എന്താണ്? ലഭ്യമായ ടെസ്റ്റോസ്റ്റിറോൺ പലപ്പോഴും കുറയുകയാണ് ചെയ്യുന്നത്, അല്ലാതെ കൂടുകയല്ല. ഈ 1300% ബൂസ്റ്റിംഗ് എന്നൊക്കെയുള്ള അവകാശവാദങ്ങൾക്ക് യാതൊരു ശാസ്ത്രീയ അടിത്തറയുമില്ല. അതോടെ ആ വലിയ മിഥ്യ തകരുകയാണ്. ഓക്കെ, അപ്പോൾ ടെസ്റ്റോസ്റ്റിറോണിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ഫാസ്റ്റിങ്ങിനെപ്പറ്റി വേറെയും ഒരുപാട് അവകാശവാദങ്ങൾ നമ്മൾ കേൾക്കാറുണ്ടല്ലോ അല്ലേ? ശരീരത്തിലെ നീർക്കെട്ട് അഥവാ ഇൻഫ്ലമേഷൻ കുറയ്ക്കും, ഓട്ടോഫേഗിക്ക് സഹായിക്കും എന്നൊക്കെ. ശരി, നമുക്കതും കൂടി ഒന്ന് സൂക്ഷ്മമായി പരിശോധിക്കാം. പിന്നെ ഗ്രോത്ത് ഹോർമോണിന്റെ കാര്യം. ഫാസ്റ്റ് ചെയ്യുമ്പോൾ ശരീരം ഫാറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ ഗ്രോത്ത് ഹോർമോണിന്റെ ലെവല് കൂടും, അത് സത്യമാണ്. പക്ഷേ ഈ ചെറിയ സമയത്തേക്കുണ്ടാവുന്ന വർധനവിന് ഈ പറയുന്ന അത്ര വലിയൊരു ക്ലിനിക്കൽ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാവണമെന്നില്ല. ഇനി ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്ന കാര്യം. ഫാസ്റ്റിംഗ് അതിന് നല്ലതാണോ? അതേ, നല്ലതാണ്. കാരണം അത് ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കാൻ സഹായിക്കും. പക്ഷേ ഒരു മിനിറ്റ്, കാലറി കുറച്ചാലും ഇത് തന്നെ സംഭവിക്കില്ലേ? അതെ, അതും അത്ര തന്നെ ഫലപ്രദമാണ്. കാരണം അതും കൊഴുപ്പ് കുറയ്ക്കും. അപ്പം മനസ്സിലാക്കേണ്ട പോയിന്റ് ഇതാണ്: ഈ ഗുണം കിട്ടുന്നത് കൊഴുപ്പ് കുറയുന്നത് കൊണ്ടാണ്, അല്ലാതെ ഫാസ്റ്റിംഗ് എന്ന രീതി കൊണ്ട് മാത്രമല്ല. ഇതേ ലോജിക് നമുക്ക് ഓട്ടോഫാഗിയിലും കാണാം. ഓട്ടോഫാഗി എന്ന് പറഞ്ഞാൽ നമ്മുടെ കോശങ്ങളെ ക്ലീൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ ഊർജം കുറയുന്നതുകൊണ്ട് ഓട്ടോഫാഗി നടക്കും, ശരിയാണ്. എന്നാൽ കാലോറി കുറച്ചാലും ഇതുതന്നെയല്ലേ സംഭവിക്കുന്നത്? അതും ഊർജം കുറയ്ക്കുകയാണ്. അപ്പോൾ ഓട്ടോഫാഗി അപ്പോഴും നടക്കും. ചുരുക്കി പറഞ്ഞാൽ ഈ ഗുണം ഫാസ്റ്റിങ്ങിന് മാത്രം സ്വന്തമായ ഒന്നല്ല. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഫാസ്റ്റിംഗ് ഒരു കാര്യവുമില്ലാത്ത ഒന്നാണോ എന്ന്. അങ്ങനെയല്ല. ഫാസ്റ്റിങ്ങിനെ നമ്മൾ കാണേണ്ടത് ഒരു അത്ഭുത മരുന്നായിട്ടല്ല, മറിച്ച് നമ്മുടെ കയ്യിലുള്ള ഒരു ടൂളായിട്ടാണ്. ഒരു ടൂൾ എന്ന നിലയിൽ ഫാസ്റ്റിങ്ങിന് അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. വണ്ണം കുറയ്ക്കാൻ ഇത് വളരെ എഫക്റ്റീവാണ്. അതുപോലെ നമ്മുടെ മെറ്റബോളിക് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും സഹായിക്കും. ചിലർക്കെങ്കിലും ഒരു ചിട്ടയായ ഭക്ഷണക്രമം ഫോളോ ചെയ്യാൻ ഫാസ്റ്റിംഗ് നല്ലൊരു മാർഗമാണ്. സാധാരണയായി നമ്മളിൽ മിക്കവർക്കും ദിവസവും രാത്രി ഒരു 12 മുതൽ 14 മണിക്കൂർ വരെയുള്ള ഒരു സിമ്പിൾ ഫാസ്റ്റിംഗ് വളരെ നല്ലതാണ്. ഇത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതും വലിയ ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ പറ്റുന്നതുമായ ഒരു കാര്യമാണ്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കണം. 24 മണിക്കൂറിൽ കൂടുതലുള്ള ഫാസ്റ്റിംഗ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടറുടെ ഉപദേശം തേടണം. പ്രത്യേകിച്ചും നിങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇത് വളരെ പ്രധാനമാണ്. അപ്പോൾ അവസാനം നമ്മൾ എത്തിച്ചേരുന്നത് ബയോ ഇൻഡിവിജ്വാലിറ്റി എന്നൊരു ആശയത്തിലാണ്. എന്നാണിത്? സിമ്പിളാണ്.
ഒരാൾക്ക് ഭയങ്കരമായി വർക്കാവുന്നൊരു കാര്യം മറ്റൊരാൾക്ക് അത്ര നല്ലതായിരിക്കണമെന്നില്ല, ചിലപ്പോൾ ദോഷം പോലും ചെയ്തേക്കാം. കാരണം നമ്മുടെ എല്ലാവരുടെയും ശരീരം യുണീക്കാണ്. അപ്പോ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ കേൾക്കുന്ന ഹൈപ്പിനും ട്രെൻഡുകൾക്കും അപ്പുറം നിങ്ങളുടെ സ്വന്തം ശരീരത്തിന്, നിങ്ങളുടെ ആരോഗ്യത്തിന് യഥാർത്ഥത്തിൽ എന്താണ് നല്ലത്? മറ്റുള്ളവർ ചെയ്യുന്നത് നോക്കാതെ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ചിന്തിക്കുക.